ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എടാ, പുതിയ റാങ്ക് സീസൺ ഒക്കെ വന്നില്ലേ? നമുക്ക് റാങ്ക് പുഷ് ചെയ്യണ്ടേ? പിന്നല്ലാതെ, അതെന്ത് ചോദ്യം അളിയാ? നമ്മളെല്ലാ സീസണിലും പുഷ് ചെയ്യുന്നതല്ലേ, ഈ വട്ടം മാത്രം എന്തോ നീ ചോദിക്കുന്നേ? എടാ, അതല്ല ഞാൻ പറഞ്ഞേ, നമുക്ക് സ്ക്വാഡായിട്ട് കളിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി വേണ്ടേ? ഇവനാണെങ്കിൽ നന്നായിട്ടൊന്നും കളിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും നമുക്ക് രണ്ടുപേരെയും കൂടി ഒന്ന് സെറ്റ് ആക്കണോടാ, എന്നാ മാത്രമേ നന്നായിട്ട് കളിക്കാനൊക്കെ പറ്റത്തുള്ളൂ. ആടാ കൊള്ളാടാ, എന്നെ ഒഴിവാക്കുവാണല്ലേ? കൊള്ളാം. എടാ, നമ്മള് കളി തുടങ്ങിയിട്ട് 1 മാസം ആയില്ലേ? അതിനു മുമ്പ് തന്നെ നീ എന്നെ ഒഴിവാക്കുവല്ലേ? കൊള്ളാം, എന്തായാലും കൊള്ളാം. എടാ, ഒരു നൻപനെ പോലെ ഞാൻ നിങ്ങളൊക്കെ കണ്ടേ. എന്തായാലും ഇനി അങ്ങനെയല്ല കേട്ടോ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. എടാ അളിയ, റാങ്ക് മാച്ച് മാത്രമല്ല ഉള്ളോ? എടാ, റാങ്ക് മാച്ച് കളിക്കുമ്പോൾ നല്ല സ്ക്വാഡ് വേണം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. അതുകൊണ്ടാടാ. എടാ, നീ ഒന്ന് മനസ്സിലാക്ക്. ആയിക്കോട്ടെ, സാധാരണ എല്ലാ കൂട്ടുകാരും അവന്റെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരനെയും കൊണ്ടാ റാങ്ക് ഒക്കെ കളിക്കാൻ പോന്നെ. നിങ്ങൾ മാത്രം എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടാ, എല്ലാരും അങ്ങനെ തന്നെയാടാ, കളിച്ചൊക്കെ പയ്യെ പഠിച്ചു വരത്തുള്ളൂ. എന്നും പറഞ്ഞ് റാങ്ക് മാച്ച് ഒന്നും കൂട്ടായിരിക്കുന്നതല്ല നല്ലത് കേട്ടോ. പിന്നെ ഒരു കാര്യം, എനിക്ക് നല്ല അക്കൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ കളിപ്പിക്കാതെ. അതെനിക്ക് നന്നായിട്ട് അറിയാം. എടാ, അതുകൊണ്ടൊന്നും അല്ല. എടാ, റാങ്ക് കളിക്കുമ്പോൾ നല്ല സ്ക്വാഡ് വേണം. പിന്നെ നിന്റെ കൂടെ കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും കളിക്കാൻ ഒക്കത്തില്ല. നിന്നോടൊന്ന് റിവൈവ് ചെയ്യാൻ പറഞ്ഞാൽ എത്ര നേരം എടുക്കും? അത് ശരിയാടാ നീ പറഞ്ഞേ. എടാ, കഴിഞ്ഞ ദിവസം ഇവന്റെ കൂടെ ഒന്ന് ഞാൻ കളിച്ചേ. അപ്പോഴേക്ക് ഇവനോട് റിവൈവ് ചെയ്യാൻ പറഞ്ഞപ്പോഴേ ഇവൻ വെൻഡിങ് മെഷീന്റെ അടുത്ത് പോയി നോക്കി നിൽക്കുവാടാ. ഇവന്റെ ടോക്കണും ഉണ്ട്, എല്ലാം ഉണ്ട്, എന്നിട്ട് നോക്കി നിൽക്കുക, എന്നെ റിവൈവ് ചെയ്തില്ല. ആ ഒരു കളിയിൽ ഇവനടുത്ത് ഗണ്ണ ഏതൊക്കെയാണെന്നറിയാവോ? 2 MP40. ഇവൻ അതുകൊണ്ടാ ലോങ് ഒക്കെ അടിക്കുന്നേ. എന്ത് നൂബാണോ എന്തോ. ആഹാ, കൊള്ളാടാ, നീയും എന്നെ കളിയാക്കി തുടങ്ങിയല്ലേ നൂബെന്നൊക്കെ. കൊള്ളാം നിന്നെ. എടാ, നീയൊക്കെ ഒരു കാര്യം ചെയ്യാവോ? നിങ്ങളുടെ ഒരു അക്കൗണ്ട് എനിക്കൊന്ന് കളിക്കാൻ തരാവോ? അവസാനത്തെ ആഗ്രഹം എന്റെ, ഒന്ന് കളിക്കാൻ തരുവോടാ? അത് ശരി, അക്കൗണ്ട് വേണമെന്നോ? എടാ, എന്തിനാ നിനക്ക് അക്കൗണ്ട്? ഹാക്ക് ചെയ്തോണ്ട് പോകാനാണോ? എടാ, കളിക്കാൻ അറിയാത്ത നിനക്ക് എന്തിനാണ് അക്കൗണ്ട്? എന്തുവാടാ, ഹാക്ക് ചെയ്തോണ്ട് പോകാനാണോന്നോ? എടാ, എനിക്ക് നിന്റെ അക്കൗണ്ട് ഒന്നും ഹാക്ക് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. എടാ, പിന്നെ നിന്നോട് അക്കൗണ്ട് അല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, വേറൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. എടാ, നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ടടാ, നമ്മളൊക്കെ അത്രേ ഉള്ളല്ലേ. എടാ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടിട്ട് ഇപ്പൊ 1 മാസമായി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും ചതിക്കാൻ നോക്കിയിട്ടില്ല. എടാ, നിങ്ങൾ പക്ഷെ അങ്ങനെയല്ലല്ലോ, എന്നെ ഒരു വിശ്വാസം ഇല്ലല്ലോ നിങ്ങൾക്ക്. എടാ, അക്കൗണ്ടിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു വിശ്വാസവും ഇല്ല, പിന്നെ എങ്ങനെ ഞാൻ അക്കൗണ്ട് തരാനാ? ആടാ, അക്കൗണ്ട് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ അക്കൗണ്ട് വേണ്ടാ. ഇനി അക്കൗണ്ട് ഞാൻ ചോദിക്കത്തുമില്ല, എനിക്ക് വേണ്ട, അക്കൗണ്ട് വേണ്ട, നീ നിർത്ത്. എടാ, നീ എന്തോ ഇങ്ങനൊക്കെ പറയുന്നേ? ഞാൻ പറയുന്നൊന്ന് നീ മനസ്സിലാക്കടാ. എടാ, ഇപ്പൊ ഒരു റൂം മാച്ച് ഉണ്ട് കേട്ടോ. എടാ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഒരു റൂം മാച്ച് ഉണ്ട്, നീ കളിക്കാൻ വരുന്നുണ്ടോ? എടാ, 2 പേരും കൂടി വേണം, 2 പേരെയും കൂടി ഒന്ന് വിളിക്കണേ. ആടാ, 2 പേരെയും കൂടെ വിളിക്കാം. എടാ, ഇവന്റെ കാര്യം എങ്ങനെയാ? ഇവനോ? ഇവനെയും കൊണ്ടൊക്കെ റൂം മാച്ച് പോയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചേ. ഇവന് നേരെ ചൊവ്വേ ഗ്ലൂ വാൾ പോലും ഇടാൻ അറിയത്തില്ല, പിന്നെയാ. ആടാ, റൂമാച്ച് പോലും നമ്മളെ കളിപ്പിക്കാറില്ലല്ലേ? എടാ, റൂമാച്ച് കളിച്ചൊക്കെ അല്ലേടാ നമ്മളൊക്കെ സെറ്റ് ആവുന്നേ, അത് നീ ഒന്ന് മനസ്സിലാക്ക്. എടാ, വേണ്ട, ഇനി ഒന്നും എന്നെ കളിപ്പിക്കണ്ട കേട്ടോ, എല്ലാം എനിക്ക് മനസ്സിലായി. എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ പരിചയപ്പെടുന്നതിന് മുമ്പ് എനിക്കൊരു നൻപനുണ്ടായിരുന്നു. എന്ത് കാര്യം ഉണ്ടെങ്കിലും കൂടെ നിൽക്കുന്ന ഒരു നൻപനായിരുന്നു. അവനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല, അവനെ ഒഴിവാക്കിയിട്ടാ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നേ. ഫ്ലാഷ് ബാക്ക്. എടാ, അടുത്ത നമുക്ക് എന്തായാലും ഒരു CS കളിക്കാം. എടാ, ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ? എടാ, സ്റ്റാർട്ട് ചെയ്താലോ? എടാ, സ്റ്റാർട്ട് ചെയ്യല്ലേ? എടാ, എനിക്കാണെങ്കിൽ പുതിയ 2 ഫ്രണ്ട്സിനെ കിട്ടിയടാ. എടാ, ഞാൻ ഇനി അവരോട് കളിക്കാൻ പോവാടാ. എടാ, നിന്റെ കൂടെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കളിക്കാൻ വരാം. അത് ശരി, പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ? ആടാ, നീ എന്നാ അവരോടെ പൊക്കോ. എടാ, ഒന്നും തോന്നല്ലേ. എടാ, പിന്നെ എടാ, അവരുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ റിച്ച് അക്കൗണ്ടാടാ. എല്ലാ ഇവ കൊണ്ടും മാക്സ്, അടിപൊളി കളക്ഷനുള്ള അക്കൗണ്ടൊക്കെയാ. ഓ, അത് ശരി, നല്ല അക്കൗണ്ട് കണ്ടപ്പോ നീ അങ്ങോട്ട് പോവാണോ? എടാ, അതിലൊന്നും കാര്യമൊന്നുമില്ല. എടാ, നമുക്ക് കളിക്കാടാ. നീ എന്താ അവരോടെ പോന്നേ? നമുക്ക് കളിക്കാം. എടാ, അത് പിന്നെ അവരോട് ചെല്ലാന്ന് പറഞ്ഞാടാ, അതുകൊണ്ടാടാ. എടാ, ഞാൻ എന്നാ അങ്ങോട്ട് പോവാട്ടോ. ശരി, ഓക്കെ, ഞാൻ പോയിട്ട് പിന്നെ വരാം കേട്ടോ. ശരി എന്നാ. ആടാ, എന്നാ നിന്റെ ഇഷ്ടം, നീ വിട്ടോ. അങ്ങനെ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയ ഞാനാ, ഇതുവരെ പിന്നെ അവന്റെ കൂടെ കളിച്ചിട്ടില്ല. എടാ, ഇതൊക്കെ എന്തിനാ നീ ഞങ്ങളോട് പറയുന്നേ? എടാ, ഇതൊക്കെ നിന്റെ കാര്യമല്ലേ? എടാ അളിയാ, എടാ, നമുക്ക് കസ്റ്റം കളിക്കാൻ സമയമായി, നമുക്ക് കളിക്കാൻ പോയാലോ? എടാ, നിങ്ങളും എന്റെ നൻപന്മാരല്ലേ, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാ. എടാ, എന്നെയും കൂടെ കഷ്ടം കളിപ്പിക്കുവോടാ, പ്ലീസ്ടാ, എന്നെയും കൂടെ ഒന്ന് കളിപ്പിക്കുവോ? എടാ, 2 പേരുണ്ടാ, അതുകൊണ്ടല്ലേ. എടാ, നിന്നെ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ, ക്ലാസിക്ക് കളിക്കാൻ നേരത്ത് വിളിക്കാടാ. അതുകൊണ്ടാ, നിനക്ക് കളിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാ, കഷ്ടമായോണ്ടല്ലേടാ, പ്ലീസ്ടാ. അത് ശരി, ക്ലാസിക്ക് കളിക്കാൻ മാത്രമേ നിങ്ങൾ എന്നെ വിളിക്കത്തുള്ളോ?
എടാ എന്തുവാടാ, ഞാൻ അത്രയ്ക്കങ്ങ് നൂവാണോ? ഒന്നുമില്ലേലും 1 മാസം കൊണ്ട് നിങ്ങൾ എന്റെ ഫ്രണ്ട്സ് അല്ലേടാ, എന്നെയും കൂടെ ഒന്ന് കളിപ്പിക്കടാ. എടാ നൂബേ, നിന്നോട് ഞങ്ങൾ മലയാളത്തിലല്ലേ പറഞ്ഞേ കളിപ്പിക്കില്ല എന്ന്, പിന്നെന്താ? ശരിയാടാ, ഇവന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, കുറെ നേരമായി. എടാ ഇനി ഇങ്ങനെ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ നിന്നെ കിക്ക് ചെയ്ത് വിടും ഞാൻ, കേട്ടല്ലോ. എടാ ഇതിലും വേഗം കിക്ക് ചെയ്ത് വിടുന്ന. നീ കിക്ക് ചെയ്ത് വിട്ടോ, കുഴപ്പമില്ലടാ, ഞാൻ അങ്ങ് പൊക്കോളാം. കിക്ക് ചെയ്ത് വിട്ടോടാ. ഓക്കേടാ നൂബേ, നിന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കിയിരിക്കുവായിരുന്നു. ശരിയെന്നാ പൊക്കോ. ആടാ അത്രേ ഉള്ളു കാര്യം. ഇതിനാണോ ഇത്ര നേരം വെയിറ്റ് ചെയ്തേ? അങ്ങ് കിക്ക് ചെയ്ത് വിടാനുള്ളതിന് ഒരാവശ്യമില്ലായിരുന്നു അവന്മാരെ വിശ്വസിക്കാൻ. ഇത്രയും കാലം അവന്മാരെ വിശ്വസിച്ച് നടന്നു. എന്റെ സ്വന്തം നൻപനെ വരെ ഒഴിവാക്കിയിട്ടാ ഞാൻ അവന്മാരെ വിശ്വസിച്ചേ. ഇപ്പൊ എന്തായാലും തിരിച്ച് അതുപോലെ തന്നെ കിട്ടിയില്ലേ? നൻപനെ ഒഴിവാക്കിയതുപോലെ തന്നെ ഇപ്പൊ അവന്മാരെന്നെ ഒഴിവാക്കി. ഇനി എനിക്ക് ഈ ഒരു ഫ്രീ ഫയർ കളിക്കാൻ വേണ്ടി ഒരു ഫ്രണ്ട്സും ഇല്ലല്ലോ ദൈവമേ. ഇനി ആരുടെ കൂടെ ഞാനൊന്ന് കളിക്കുന്നേ? ഇനി എന്റെ പഴയ നൻപനെ വിളിച്ചു നോക്കിയാലോ? ഇത്രയും നാളും അവൻ എന്നെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുമോന്നറിയില്ല. ഒന്ന് വിളിച്ചു നോക്കാം, എന്തായാലും വിളിച്ചു നോക്കാം. ഹലോ നൻപ, എടാ അളിയാ, എടാ എത്ര നാളായടാ നമ്മൾ തമ്മിൽ ഒന്ന് കളിച്ചിട്ട്. എടാ എന്നെ ഓർമ്മയുണ്ടോ? അത് ശരി, ഓർമ്മയുണ്ടോന്നോ? എടാ പിന്നെ നിന്നെ ഓർമ്മയില്ലാതിരിക്കുവോ? നിനക്കല്ലേ എന്നെ ഓർമ്മയില്ലാത്തേ? എടാ ഞാൻ നിന്നെ മറന്നിട്ടൊന്നും ഇല്ലടാ, അങ്ങനെ പറയല്ലേ. എടാ പിന്നെ നീ ഇത്രയും കാലം എവിടെ ആയിരുന്നു? മറ്റേമാരുടെ കൂടെ അല്ലായിരുന്നോ? നീ എന്നെ മൈൻഡ് പോലും ചെയ്തോ? പിന്നെന്തുവാ? എടാ അത് പിന്നെ എടാ നല്ല അക്കൗണ്ടൊക്കെ കണ്ടപ്പോ ഞാൻ പോയതാടാ. സോറിയടാ, എന്നോട് ക്ഷമിക്കടാ. ആ നീ എന്തിനാ സോറി പറയുന്നേ? നീ നല്ല അക്കൗണ്ട് കണ്ടപ്പോഴേക്കും പോയതല്ലേ? വലിയ നല്ല അക്കൗണ്ട്, നല്ല റിച്ച് അക്കൗണ്ടാന്ന് പറഞ്ഞു പോയതല്ലേ നീ? എന്നിട്ട് നീ എന്നെ ഒരു വട്ടെങ്കിലും കളിക്കാൻ വിളിച്ചോ? വിളിച്ചില്ലല്ലോ. എന്നിട്ട് അവൻ ഇപ്പൊ വന്നേക്കുവാ. പിന്നെന്തിനാ നീ ഇപ്പൊ വന്നേ? ഇപ്പൊ എന്റെ അവന്മാരോടെ കളിക്കാൻ പോകുന്നില്ലേ? എടാ അത് പിന്നെ അവന്മാർ എന്നെ ക്ലാസിക്ക് മാത്രമേ കളിക്കാൻ കൂട്ടത്തുള്ളൂ. റാങ്ക്ഡ് കളിക്കാൻ കൂട്ടത്തില്ല, ക്ലാഷ് കോഡ് കളിക്കാൻ കൂട്ടത്തില്ല, കസ്റ്റം കളിക്കാൻ കൂട്ടത്തില്ല, ഒന്നും കളിക്കാൻ കൂട്ടത്തില്ല. പിന്നെ എന്തിനാ അവന്മാരോടെ കളിക്കുന്നേ? പിന്നെ അവന്മാരോട് അന്ന് അക്കൗണ്ട് കളിക്കാൻ തരാമെന്ന് ചോദിച്ചു. എന്നിട്ട് പോലും അവന്മാർക്ക് വിശ്വാസം ഇല്ലടാ എന്നെ. പിന്നെ എന്തിനാ ഞാൻ നിക്കുന്നേ? ഒടുവിൽ എന്നെ കിക്ക് ചെയ്ത് വിട്ടോ അവന്മാരെ, നൂബേന്ന് വിളിച്ചിട്ട്. ഞാൻ പറഞ്ഞു കിക്ക് ചെയ്ത് വിട്ടോളാൻ പറഞ്ഞു. ഇനി ഞാൻ ഒരിക്കലും അവന്മാരോടെ കളിക്കാനും പോകത്തില്ല, ഒന്നിനും പോകത്തില്ല. നിനക്കത് കിട്ടണ്ടായിരുന്നു. വെറുതെ പോയി നൂബേ വിളി കേട്ട്. നീ ഇത്രയും നാളെ എന്റെ കൂടെ കളിച്ചല്ലേ, എന്നിട്ട് വെറുതെ എന്തിനാ പോയേ? അതുകൊണ്ടല്ലേ? ആടാ എല്ലാം എന്റെ തെറ്റാടാ. നിന്റെ വില എനിക്ക് ഇപ്പോഴാടാ മനസ്സിലായേ. എടാ നമുക്ക് ഇനി മുതൽ കളിച്ചാലോ? ഇനി ആരുടെ കൂടെ ഞാൻ പോവില്ലടാ, എനിക്കെല്ലാം മനസ്സിലായി. ആടാ ഇപ്പോഴെങ്കിലും നീ അത് മനസ്സിലാക്കിയല്ലോ. ഇനി മുതൽ നമുക്ക് കളിക്കാടാ, നീ ആരുടെ കൂടെയും പോവല്ലേ? എടാ ഞാൻ ഡയമണ്ട് ഒക്കെ ആയി, നീ ഇവിടെ കിടക്കുന്നേ ഉള്ളല്ലോ. പെട്ടെന്ന് കേറി വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ആടാ നൻപ, ഇത്രയും കാലം നിന്നെ ഞാൻ മിസ് ചെയ്തു. ഇനി മുതൽ നമുക്ക് ഒരുമിച്ച് കളിക്കാടാ. ആ ഇതിലൂടെ ഒരു കാര്യം നിനക്ക് മനസ്സിലായില്ലേ? എടാ എത്ര നല്ല കളക്ഷനുള്ള അക്കൗണ്ട് ഉണ്ടായാലും ഒരു കാര്യമില്ല, അവരുടെ മനസ്സിലാണ് കാര്യം. എന്തായാലും നിന്നെ കളിപ്പിച്ചില്ലല്ലോ, നിന്നെ കിക്ക് ചെയ്ത് വിട്ടില്ലേ? ആ ഇനി നീ എന്റെ കൂടെ കളിച്ചാൽ മതി, അത്രേ ഉള്ളു കാര്യം. ആടാ നൻപ, ഇനി അങ്ങനെയുള്ളടാ, അതൊക്കെ അത്രേ ഉള്ളൂ. എന്തായാലും നീ കളി സ്റ്റാർട്ട് ചെയ്തോ, നമുക്ക് കളിക്കാടാ ഇനി മുതല്.